ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സൂപ്പർ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മുടെ സ്വന്തം സ്പൈഡർമാൻ. എന്നാൽ ഈ കഥാപാത്രം ജനിച്ചതിന് പിന്നിൽ കോടിക്കണക്കിന് ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു യഥാർത്ഥ ചരിത്രമുണ്ട്. 1962 മാർവൽ കോമിക്സിന്റെ അമരക്കാരനായ സ്റ്റാൻലി തന്റെ ഓഫീസിലിരുന്ന് പുതിയൊരു സൂപ്പർ ഹീറോയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ഈച്ച ചുമരിലൂടെ അനായാസം നടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചുമരുകളിൽ ഒട്ടിപ്പിടിച്ചു കയറാൻ കഴിയുന്ന ഒരു ഹീറോ ഉണ്ടായാൽ എങ്ങനെയിരിക്കും എന്ന ചിന്ത സ്റ്റാൻലിയുടെ മനസ്സിൽ മിന്നിമറിഞ്ഞു. ഫ്ലൈമാൻ, ഇൻസെക്ട്മാൻ എന്നിങ്ങനെ പല പേരുകൾ ആലോചിച്ച ശേഷമാണ് സ്പൈഡർമാൻ എന്ന പേര് അദ്ദേഹം ഉറപ്പിച്ചത്. അക്കാലത്ത് സൂപ്പർ ഹീറോകളുടെ കൂടെയുള്ള സഹായികൾ മാത്രമായിരുന്നു കുട്ടികൾ. എന്നാൽ സ്വന്തമായി ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്കൂളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാധാരണക്കാരനായ കൗമാരക്കാരനെ നായകനാക്കാനാണ് സ്റ്റാൻലി ആഗ്രഹിച്ചത്. പക്ഷേ മാർവൽ പബ്ലിഷറായ മാർട്ടിൻ ഗുഡ്മാൻ ഈ ഐഡിയ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. ആളുകൾക്ക് ചിലന്തി എന്ന് കേൾക്കുന്നത് തന്നെ പേടിയും വെറുപ്പുമാണ്. ഈ കോമിക്സ് വൻ പരാജയമായിരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. തന്റെ ഐഡിയയിൽ ഉറച്ചു നിന്ന സ്റ്റാൻലി നിർത്തലാക്കാൻ പോവുകയായിരുന്ന അമേസിംഗ് ഫാന്റസി 15 എന്ന കോമിക്സ് പുസ്തകത്തിലെ അവസാന പരീക്ഷണമായി സ്പൈഡർമാനെ അവതരിപ്പിച്ചു. റേഡിയോ ആക്റ്റീവ് ചിലന്തി കഴിച്ച പീറ്റർ പാർക്കർ എന്ന ആ പാവം പയ്യന്റെ കഥ വായനക്കാർ നെഞ്ചിലേറ്റി. അധികാരങ്ങൾക്കൊപ്പം വലിയ ഉത്തരവാദിത്തങ്ങളും വരുന്നു എന്ന് പഠിപ്പിച്ച സ്പൈഡർമാൻ എന്ന കോമിക്സ് കടന്ന് ലോക സിനിമകളെ ഭരിക്കുകയാണ്.